നെഗറ്റീവ് പീപ്പിൾസിനെ എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? അവരെ എങ്ങനെ ഒഴിവാക്കാൻ കഴിയും? നെഗറ്റീവ് പീപ്പിൾസിനെ കണ്ടുമുട്ടുന്ന സാഹചര്യങ്ങളെ എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? എങ്ങനെയാണ് അവരെ ഡീല് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ നെഗറ്റീവ് പീപ്പിൾസ് ആണ് എന്ന് എങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? അതായത് നമ്മൾക്കിടയിൽ രണ്ട് തരത്തിലുള്ള മനുഷ്യരുണ്ട്. നെഗറ്റീവ് പീപ്പിൾസും ഉണ്ട്, പോസിറ്റീവ് പീപ്പിൾസും ഉണ്ട്. നെഗറ്റീവ് പീപ്പിൾസിനെ ഒഴിവാക്കാൻ പറ്റുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള മാർഗമല്ല. കാരണം നിങ്ങളുടെ ഫാമിലിയിൽ തന്നെ നെഗറ്റീവ് പീപ്പിൾസ് ഉണ്ട്, നിങ്ങളുടെ ഓഫീസിൽ നെഗറ്റീവ് പീപ്പിൾസ് ഉണ്ട്, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് വലയത്തിന്റെ ഉള്ളിൽ നെഗറ്റീവ് പീപ്പിൾസ് ഉണ്ട്, സൊസൈറ്റിയിലുണ്ട്. അപ്പോൾ ഇത്രയും ആളുകൾ ഒഴിവാക്കി കളയാൻ നമുക്ക് സാധ്യമല്ല. അപ്പോൾ നെഗറ്റീവ് പീപ്പിൾസ് ആണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ചില ആളുകൾ ഈ നെഗറ്റീവ് പീപ്പിൾസ് വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ തന്നെ അവോയ്ഡ് ചെയ്തു പോകുന്ന ആളുകളുമുണ്ട്. പക്ഷേ നമുക്ക് എപ്പോഴും അതിന് സാധിക്കാറില്ല. ഒരുപക്ഷെ നമ്മൾ അവോയ്ഡ് ചെയ്ത് പോകാൻ ശ്രമിക്കുമ്പോഴായിരിക്കും ആ വഴി അവർ വരുന്നത്. അപ്പോൾ നെഗറ്റീവ് പീപ്പിൾസ് ആണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവരെ ഒഴിവാക്കാതെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, എല്ലാ മനുഷ്യരിലും നെഗറ്റിവിറ്റിയും ഉണ്ട്, പോസിറ്റിവിറ്റിയും ഉണ്ട് എന്നുള്ളതാണ് സത്യം. അതായത് നെഗറ്റീവ് വർത്തും പോസിറ്റീവ് വർത്തും ഉള്ളവരാണ് മനുഷ്യർ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നെഗറ്റീവ് പീപ്പിൾസിൽ അവരിൽ പോസിറ്റിവിറ്റിയും ഉണ്ട്. അപ്പോൾ അവരിലുള്ള പോസിറ്റിവിറ്റിയെ നിങ്ങൾ അബ്സോർബ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലും നിങ്ങളുടെ കണ്ണുകളിലും അവർ നെഗറ്റീവ് പീപ്പിൾസ് ആണെന്ന് കണ്ടുപോയി. അപ്പോൾ നിങ്ങൾ അവരെ നെഗറ്റീവ് പീപ്പിൾസ് ആയിട്ട് തന്നെ കണക്കാക്കാതെ അവരിലുള്ള പോസിറ്റിവിറ്റിയും കൂടി നിങ്ങളുടെ അരികിലേക്ക് എടുക്കുക എന്നുള്ളതാണ്. അതായത് പോസിറ്റിവിറ്റിയെ മാക്സിമം അബ്സോർബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഇപ്പം നിങ്ങളുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന നിങ്ങളുടെ ബോസ് ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരു മനുഷ്യനാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അയാളെ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ കഴിയില്ല. കാരണം അയാളിലൂടെയാണ് നിങ്ങളുടെ വർക്കുകൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അയാളിലുള്ള പോസിറ്റിവിറ്റിയെ നിങ്ങൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ എത്ര ശ്രമിച്ചിട്ടും ഒരു മനുഷ്യനുള്ള നെഗറ്റിവിറ്റി മാറുന്നില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം അവരെ സെൽഫ് അനാലിസിസ് ചെയ്യാൻ സ്വയം അവർക്ക് സമയം കൊടുക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ എത്ര ശ്രമിച്ചിട്ടും നടക്കുന്നില്ല എങ്കിൽ അവർക്ക് തന്നെ സമയം കൊടുത്ത് അവർ തന്നെ ഒരു ഹീലിംഗ് പ്രോസസ്സിലേക്ക് പോവേണ്ടതാണ്. നെഗറ്റീവ് പീപ്പിൾസിനെ ആ തലത്തിലേക്ക് എത്തിക്കാനായിട്ട് പല കാരണങ്ങളുമുണ്ട്. അവർ ഓൾറെഡി ജനനത്താൽ തന്നെ അവർ നെഗറ്റീവ് പീപ്പിൾസ് അല്ല. കാരണം അവരുടെ ലൈഫിൽ കുറേ സ്ട്രഗിളിംഗ് പോയിന്റിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. പല നേട്ടങ്ങൾ അച്ചീവ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാകാം. പക്ഷെ ഒന്നും നടക്കാതെ വരുന്ന ആ സാഹചര്യത്തിലാണ് ഒരു കാര്യങ്ങൾ നടക്കില്ല എന്ന് വരുമ്പോഴാണ് അവർ നെഗറ്റീവ് ഒരു ആറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കാനും അതിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ലോകത്തിപ്പോൾ നമുക്ക് ഒരുപാട് മനുഷ്യരുണ്ട്. അപ്പോൾ അവരിൽ ആരൊക്കെയാണ് നെഗറ്റീവ് പീപ്പിൾസ്, ആരൊക്കെയാണ് പോസിറ്റീവ് പീപ്പിൾസ് എന്ന് കണ്ടുപിടിച്ച് നമുക്ക് കൂട്ടുകൂടാനായിട്ട് കഴിയില്ല. കാരണം ഒരു മനുഷ്യനിൽ നന്മയുമുണ്ട്, തിന്മയുമുണ്ട്. അതുപോലെ തന്നെ പോസിറ്റിവിറ്റിയും ഉണ്ട്, നെഗറ്റിവിറ്റിയും ഉണ്ട്. അവൻ പല സമയങ്ങളിൽ പോസിറ്റിവിറ്റിയുടെ വൈബ്രേഷൻ കാണിക്കുകയും ചില സമയങ്ങളിൽ നെഗറ്റിവിറ്റിയുടെ വൈബ്രേഷൻ കാണിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾക്ക് ചെയ്യാവുന്ന ഏക ഒരു കാര്യമെന്ന് പറയുന്നത് അവനിലുള്ള പോസിറ്റിവിറ്റി അബ്സോർബ് ചെയ്തുകൊണ്ട് അവനെ കൂടെ നിർത്തുക എന്നുള്ളതാണ്. അല്ലാതെ എപ്പോഴും നെഗറ്റീവായൊരു മനുഷ്യനെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് മറ്റുള്ളവരുടെ ഫ്രണ്ട്ഷിപ്പിൽ ഒത്തുചേർന്നുകൊണ്ട് അവനെ ഒറ്റപ്പെടുത്തുകയല്ല വേണ്ടത്. അവന്റെ കൂടെ തന്നെ സഞ്ചരിക്കുകയും അവനുള്ള പോസിറ്റിവിറ്റി നമ്മളിലേക്ക് അബ്സോർബ് ചെയ്യുകയും അവന്റെ നെഗറ്റിവിറ്റി നമ്മൾ കളയുകയുമാണ് ചെയ്യേണ്ടത്.